പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് വൈറ്റി സ്റ്റുഡിയോയിൽ ഒരു പ്രത്യേക മെസ്സേജ് വന്നിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് നോക്കിയവർക്ക് അറിയാതെ എന്താണ് കാര്യം എന്നുള്ളത്. എന്നാൽ ഞാനൊന്ന് പറയാം. കാര്യം എന്ന് പറഞ്ഞാൽ ആ മെസ്സേജ് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. സംശയാസ്പദമായ കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് പ്രത്യേകം ശ്രദ്ധിക്കാനാണ് പറഞ്ഞേക്കുന്നത് ആ മെസ്സേജ്. അതായത് എപ്പോഴും വിശ്വാസമില്ലാത്ത ഉറവിടങ്ങളിൽ നിന്നുള്ള ലിങ്കുകളും ഫയലുകളും ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അവഗണിക്കണം. അപ്പൊ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ് വരുന്നത്. അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതായത് സംശയാസ്പദമായ അഭ്യർത്ഥനകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതായത് ക്ഷുദ്രവെയറും ഫിഷിങ്ങും ഇങ്ങനെ രണ്ട് തരത്തിലുള്ള സംശയാസ്പദമായ രണ്ട് തരത്തിലുള്ള അഭ്യർത്ഥനകളാണ് സാധാരണ വരാൻ സാധ്യതയുള്ളതെന്നും പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങളുടെ ആക്ടിവിറ്റിയിൽ ചാരപ്പണി നടത്താനും അതുപോലെ തന്നെ ഫയലുകൾ ഇല്ലാതാക്കാനും നിങ്ങളുടെ ഓൺലൈൻ ആക്സസിൽ മാറ്റങ്ങൾ വരുത്താനും കഴിയുന്ന ഒരു തരം സോഫ്റ്റ്വെയർ ആണ് മാൽവെയർ എന്ന് പറയുന്നത്. ഓക്കെ, അത് വിശദമായിട്ട് ഇവിടെ യൂട്യൂബ് പറഞ്ഞിട്ടുണ്ട്. മാൽവെയർ എന്നുള്ളത് അത് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഫയലുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല, അതായത് നമ്മുടെ അക്കൗണ്ടിൽ കയറി ആക്സസ് ആയിട്ട് അത് എല്ലാ കാര്യങ്ങളും ഇത് ചെയ്യാനുള്ള എല്ലാ ഇതുമുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് മാൽവെയർ എന്ന് പറയുന്നത്. അത് ആണ് പറയുന്നത് ഇവിടെ. ഓക്കെ, ഹാക്കർമാർ ഉപയോഗിക്കുന്ന ഇതാണ് പ്രത്യേകമായിട്ട് പറഞ്ഞേക്കുന്നത്. ഇമെയിലുകളെ, ടെക്സ്റ്റ് മെസ്സേജുകളെ അല്ലെങ്കിൽ വെബ് പേജുകളെ ഇതൊക്കെ ഉപയോഗിച്ചാണ് അവര് നമ്മളെ സമീപിച്ച് അതിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു ലിങ്ക് പോയിട്ട് അത് നമ്മളെ ആ ആക്സസ് നമ്മുടെ ഇത് മൊത്തം ഹാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവരുടെ കയ്യിലായി പോകും. അപ്പൊ അതുകൊണ്ട് ഇതിലൊന്നും പോയി ഇതിലൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോയി നമ്മൾ അറിയാത്ത കാര്യങ്ങളൊന്നും പോയി ടച്ച് ചെയ്ത് അത് ഇത് ചെയ്യരുതെന്ന് പറയുന്നത്. യൂട്യൂബ് ഒരിക്കലും നിങ്ങളുടെ പാസ്വേഡോ ഇമെയിലോ അഡ്രസ്സ്, അതായത് മേൽവിലാസങ്ങളോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യപ്പെടാറില്ലെന്ന്. ഇമെയിൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും, അതായത് പാസ്വേഡോ ഇമെയിലോ നമ്മുടെ അഡ്രസ് കാര്യങ്ങളോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഈ നമ്മുടെ യൂട്യൂബ് ഇങ്ങനെ ആവശ്യപ്പെടാറില്ല. ഓക്കെ, അഥവാ നമ്മുടെ ഇമെയിലൊക്കെ നമ്മുടെ യൂട്യൂബിന്റെ ഭാഗത്തു നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഏത് തരത്തിലാണ് വരുന്നതെന്ന് പ്രത്യേകം ഇവിടെ കാണിച്ചിട്ടുണ്ട്. @youtube.com എന്നുള്ള അതിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ @google.com ഈ രണ്ട് ഇതിൽ നിന്ന് മാത്രമേ ഇങ്ങനെ മെയിലുകൾ അയക്കാറുള്ളൂ എന്നാണ് യൂട്യൂബ് പ്രത്യേകമായിട്ട് പറയുന്നത്. അപ്പൊ ഇത് രണ്ട് ഇതിൽ നിന്നല്ലാതുള്ള ഇതിനൊന്നും നിങ്ങൾ അല്ലാതുള്ള ഇമെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിലൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് യൂട്യൂബിന്റെ ആണെന്നും പറഞ്ഞുകൊണ്ട് പല പല ഇമെയിലൊക്കെ ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിലൊക്കെ പോയി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊക്കെ ചിലപ്പം ഹാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് പറയുന്നത് ഇങ്ങനെയുള്ള ലിങ്കുകളിലൊന്നും ടച്ച് ചെയ്ത് നിങ്ങൾ ഒന്നും ചെയ്യരുതെന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ യൂട്യൂബിന്റെ ആണെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തിട്ട് ലോഗോ ഒക്കെ ചിലപ്പോൾ യൂട്യൂബിന്റെ ലോഗോ ഒക്കെ കാണിച്ചായിരിക്കും ഇവർ വരുന്നത്. അത് ഏത് തരത്തിലും ചിലപ്പം നമുക്ക് മെയിൽ വരാം. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. യൂട്യൂബിന്റെ മെയിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അത് ഇത്തരത്തിലാണ് വരുന്നത്. @youtube.com അല്ലെങ്കിൽ @google.com ഈ രണ്ട് ഇതിൽ നിന്നേ വരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അത്. ഓക്കെ, ബാക്കിയുള്ള മെയിലൊന്നും വന്നു കഴിഞ്ഞാൽ നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. സേഫ് ബ്രൗസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഗൂഗിൾ പോയിട്ട് ഓൺ ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് ഒരു മെസ്സേജ് വന്നിരുന്നു. ഒരുവിധപ്പെട്ടവരെല്ലാം അത് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ അത് ഓൺ ചെയ്യണമെന്നാണ് പറയുന്നത്. അത് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് അതിൽ നിന്നെല്ലാം സുരക്ഷയായി കിട്ടും. ഓക്കെ, അതായത് ബ്രൗസിങ് അത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന നമ്മൾ ഗൂഗിൾ വഴിയൊക്കെ ആയിരിക്കുമല്ലോ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇത് ഓൺ ചെയ്ത് വെക്കണമെന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ചാനലൊക്കെ സേഫ് ആയിരിക്കാൻ വേണ്ടി അത് ഓൺ ചെയ്ത് വെക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. യൂട്യൂബ് രണ്ടാമതായിട്ട് ഒന്നുകൂടെ പറയുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ നമ്മൾ സേഫ് ബ്രൗസിംഗ് എന്നുള്ള അത് ഓൺ ചെയ്ത് വെക്കുന്ന. ഓക്കെ, രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാസ്കി അറിയാമല്ലോ, ഒരുവിധപ്പെട്ടവർക്കെല്ലാം അറിയാം പാസ്കി. ആ പാസ്കി കൊടുത്ത് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ അത് നമുക്ക് അതും ഒരു സേഫാണ്. അപ്പൊ ഈ രണ്ട് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധമെല്ലാം സേഫ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് സംശയം തോന്നുന്ന തരത്തിലുള്ള സന്ദേശങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് മറുപടി കൊടുക്കാൻ പാടില്ല എന്നാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. നമുക്ക് വിശ്വാസമില്ലാത്ത ലിങ്കുകളോ ഫയലുകളോ തുറക്കരുതെന്ന്. അതായത് നമുക്ക് വിശ്വാസമില്ലാത്തതായിട്ടുള്ള ലിങ്കുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊന്നും ടച്ച് ചെയ്ത് തുറക്കരുത്, ഫയലുകളൊന്നും തുറക്കരുത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിലെ തന്നെ വിശ്വാസമില്ലാത്ത ഉറവിടങ്ങളിൽ നിന്നുള്ള ലിങ്കുകളോ ഫയലുകളോ ഇതിൽ ഉൾപ്പെടാം. ഇങ്ങനെയുള്ള ഇതും യൂട്യൂബിൽ തന്നെ പലരും ഇതുപോലെ ചെയ്യാറുണ്ട്. പല പല ലിങ്കുകളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെയുള്ള അറിയാത്തതായുള്ള ലിങ്കുകളിലൊന്നും ഇത് ചെയ്ത് ഓപ്പൺ ചെയ്യരുതെന്നാണ് പറയുന്നത്. അതായത് പിന്നെ പ്രത്യേകമായിട്ട് യൂട്യൂബ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്പാമായിട്ട് ഉള്ള വീഡിയോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് യൂട്യൂബ് ടീമിനെ അറിയിക്കണമെന്നാണ് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ,
അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നിങ്ങൾ. എന്നാലും ഞാൻ ഈ പറഞ്ഞത് അത് ഒന്നുകൂടെ നിങ്ങൾ വിശദമായിട്ട് അതൊന്ന് പല കാര്യങ്ങളും ചിലപ്പം വിട്ടുപോകാൻ സാധ്യതയുണ്ട്. നിങ്ങളപ്പം ശരിയായ രീതിയിൽ കറക്റ്റായിട്ട് ഒന്നുകൂടെ ഒന്ന് നിങ്ങൾ പഠിച്ചു നോക്കണം. പഠിച്ചു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അപ്പൊ ഇതാണ് ഈ വിവരമാണ്. അപ്പൊ ഈ വന്ന ഒരു മെസ്സേജ് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.